നമ്മളൊരു ഹോയിസ്റ്റ് മോട്ടർ വാങ്ങിട്ടോ. ഹോയിസ്റ്റ് മോട്ടർ എന്താണെന്ന് അറിയില്ലേ? നമ്മൾ ഈ ഭാരം മുകളിലേക്ക് വലിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മോട്ടറാണ്. കഴിഞ്ഞ മാസം 2 വീടുകളിലെ ഓടുകൾ കൈകൊണ്ട് വലിച്ചു കയറ്റിയിട്ടേ നമ്മുടെ സഹപ്രവർത്തകരുടെ ഊപ്പാട് ഇളകി എന്നാണ് പരാതി പറയാം. ഇനി ഒരു 2-3 വീട് കൂടി ഓട് മുകളിലേക്ക് കയറ്റാനുണ്ട്. അതുകൊണ്ട് നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് നമ്മൾ സ്ഥിരം ഹോയിസ്റ്റ് മോട്ടർ വാങ്ങിക്കുന്ന കടയിൽ നിന്ന് ഈ ഹോയിസ്റ്റ് മോട്ടർ വാങ്ങി. നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന മോട്ടർ കത്തിപ്പോയതാണ്. അത് വൈൻഡ് ചെയ്യാൻ കൊടുത്തിട്ട് കിട്ടുന്നില്ല. ഈ ഹോയിസ്റ്റ് മോട്ടറിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഈ മിക്സിയൊക്കെ ഉപയോഗിക്കുന്ന പോലെ റെഡി ടു യൂസ് ആണ്. കൊണ്ടുവരിക, ഫിറ്റ് ചെയ്യുക, പണിയെടുക്കുക. അതിൽ കൂടുതൽ മെക്കാനിക്സ് ഒന്നുമില്ല, എല്ലാം ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. സ്വിച്ച്, പ്ലഗ്, അതുപോലെ അതിന്റെ ഹുക്ക്, അതിന്റെ ലിമിറ്റ് സ്വിച്ച്, എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ടുണ്ട്. 1/2 ടണ്ണ് വെയിറ്റ് വലിച്ചു കയറ്റാന്ന് ആവശ്യപ്പെടുന്ന ഈ മോട്ടറിന് 10,000 രൂപയാണ് വില. 1.5 HP സിംഗിൾ ഫേസിലാണ് ഈ മോട്ടോർ വരുന്നത്. പാക്കിംഗ് ഒക്കെ വളരെ സെറ്റാണ്. നല്ല സ്ട്രോങ് ആയി പാക്ക് ചെയ്ത് നമുക്ക് കൊറിയർ അയച്ചു തരും. എവിടെ വേണമെങ്കിലും ഇത് ഓൺലൈനിലൊക്കെ കിട്ടുന്നതാണ്. നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ക്രോസ്ബി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ കമ്പനിയുടേതാണ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്റെ പാർട്സുകളെല്ലാം കോയമ്പത്തൂര് അവൈലബിൾ ആണ്. ഒരു 2 അടി നീളത്തില് ഒരു 1.5 പൈപ്പ് ഉണ്ടെങ്കിൽ ഈ മോട്ടർ സെറ്റ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. ലോഡ് കയറ്റേണ്ട ബിൽഡിങ്ങിന്റെ മുകളിൽ എന്തായാലും പുറത്തേക്ക് പ്രൊജക്ട് ചെയ്തിട്ട് നമ്മളൊരു പൈപ്പ് എന്തെങ്കിലും സെറ്റ് ചെയ്ത് വെക്കണമല്ലോ. അതിന്റെ മുകളിലേക്ക് ഈ 1.5 പൈപ്പ് നമ്മളെ മോട്ടറിൽ ക്ലാമ്പ് വെച്ച് ഫിറ്റ് ചെയ്തതിന് ശേഷം ഈ സ്ക്വയർ പൈപ്പ് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന പൈപ്പിലേക്ക് വെൽഡ് ചെയ്ത് നിർത്തിയാൽ മതി. അല്ലെങ്കിൽ ഈ കയറ് ഉപയോഗിച്ച് കെട്ടി നിർത്തിയാലും മതി. കാണുന്ന പൈപ്പും കപ്പിയും ഒക്കെ ഇന്നലെ നമ്മൾ വലിച്ചു കയറ്റാന്ന് വിചാരിച്ചിട്ട് കെട്ടി വെച്ചതായിരുന്നു. അപ്പോൾ ഇന്ന് ഹോയിസ്റ്റ് മോട്ടർ വന്നതുകൊണ്ട് നമ്മൾ ആ പൈപ്പ് തന്നെയാണ് ഹോയിസ്റ്റ് മോട്ടറും പിടിപ്പിക്കുന്നത്. 1.5 പൈപ്പ് നമ്മളടുത്ത് ഇല്ലാത്തതുകൊണ്ട് 2.25 പൈപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ക്ലാമ്പ് പിടിപ്പിക്കാനുള്ള പൈപ്പ് ഉണ്ടാക്കുകയാണ്. നമ്മളാ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിർത്തിയ പൈപ്പ് ഉണ്ടല്ലോ, 3.1 പൈപ്പ്, അതില് വെൽഡ് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു C ടൈപ്പിലാണ് 1.5 പൈപ്പ് കൊണ്ട് ഒരു ബ്രാക്കറ്റ് ഉണ്ടാക്കുന്നത്. ഈ ബ്രാക്കറ്റ് നമ്മൾ മോട്ടറിന്റെ താഴെ ക്ലാമ്പ് വെച്ച് ബോൾട്ട് ചെയ്ത് പിടിപ്പിച്ച് ആ 3.1 പൈപ്പിന്റെ മുകളിൽ വെൽഡ് ചെയ്ത് നിർത്താന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയ 1.5 C ബ്രാക്കറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ഈ ഹോയിസ്റ്റർ മോട്ടറിന്റെ താഴെ മോട്ടറിന്റെ കൂടെ നമുക്ക് കിട്ടിയ 1.1 ക്ലാമ്പും ബോൾട്ടും ഉപയോഗിച്ച് ക്ലാമ്പ് ചെയ്ത് നിർത്തുകയാണ്. ഈ മോട്ടർ വരുന്നത് 13 കിലോനാണ്. ആ ബ്രാക്കറ്റ് ഏകദേശം ഒരു 1 കിലോ ഉണ്ടെങ്കിൽ ഒരു 14 കിലോ. അത് നമ്മൾ ഈ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന പൈപ്പിന്റെ അറ്റത്ത് കൊണ്ടുവച്ച് വെൽഡിങ് അടിച്ച് നിർത്തണം. കയറ് വെച്ച് കെട്ടിയാലും മതി. ഞങ്ങളെടുത്ത് കയറ് കെട്ടുന്നതിനേക്കാൾ സൗകര്യം ഞങ്ങൾക്ക് വെൽഡ് ചെയ്യാണല്ലോ. അതുകൊണ്ട് ഞങ്ങളതൊക്കെ വെൽഡ് ചെയ്ത് അവിടെ ഉറപ്പിച്ചു. വെൽഡിങ് നന്നായിട്ട് സ്ട്രോങ് ആയി വെൽഡിങ് അടിച്ച്, കാരണം ഇതിൽ ഒരുപാട് വെയിറ്റ് കയറേണ്ടതാണല്ലോ. നമുക്കിപ്പോൾ ഈ വീട്ടിലേക്ക് ഒരു ഏകദേശം 2000 ഓടുകളും ഒരു 1000 സീലിംഗ് ഓടുകളും ഉണ്ട്. ഇത് മൊത്തം ഇതിൽ കയറേണ്ടതാണല്ലോ. അതുകൊണ്ട് നമ്മൾ നന്നായി സ്ട്രോങ് ആയി വെൽഡ് ചെയ്തു. നമ്മളെന്തായാലും ഇത് കൊണ്ടുവന്നിട്ടേ കറക്കി നോക്കിയിട്ടില്ല കേട്ടോ. നമ്മളിതിൻ്റെ വയറ് ഒന്ന് പ്ലഗിൽ കൊടുത്തിട്ട് നമുക്കൊന്ന് കറക്കി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. പിന്നെ നമ്മുടെ അടുത്ത് പഴയത് ആദ്യം തന്നെ ഉള്ള ഒരു ബക്കറ്റ് ഉണ്ടല്ലോ, അതിൽ ഒരു കയറ് കെട്ടി ഒരു 8mm കമ്പി ഉപയോഗിച്ച് ഒരു ഹുക്ക് ഉണ്ടാക്കി. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് കൊളത്തി കറണ്ട് സപ്ലൈ കൊടുത്ത് നമ്മൾ ഓൺ ചെയ്തപ്പോൾ ആള് വർക്കിംഗ് കണ്ടീഷനിലാണ്. ഇനി നമുക്കിതിൽ സിമ്പിളായിട്ട് ഓട് അടുക്കി വെക്കുക, മുകളിലേക്ക് കയറ്റുക, വലിച്ച് സ്ലാബിൻ്റെ മുകളിൽ വെക്കുക, ഓടിറക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. ഈ ഒരു 500 കിലോ ഭാരം ഒരു 90 അടി ഉയരത്തിൽ പൊക്കാൻ പാകത്തിന് ഒരു 30 മീറ്റർ റോപ്പ്, 5mm ഡയമീറ്ററുള്ള റോപ്പ് നമുക്ക് ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. 500 കിലോ വെയിറ്റ് 90 അടി ഉയരത്തിൽ പൊക്കാന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷെ 500 പോയിട്ട് ഒരു 300 കിലോ വെയിറ്റ് വയ്ക്കുമ്പോഴേക്കും തന്നെ മോട്ടർ ഇങ്ങനെ മൂളുന്നേക്കാം. നമ്മൾ സാധാരണ ഇതിനകത്ത് ഒരു പരമാവധി ഒരു 100 കിലോ വെയിറ്റ് ഒക്കെ കയറ്റാറുള്ളൂ. ഒരു 2 ചാക്ക് സിമെൻറ്റ് അല്ലെങ്കിൽ ഒരു 30 ഓട് അത്രയൊക്കെ ഇതിൽ കയറ്റാറുള്ളൂ. എന്തായാലും അതും നമുക്ക് സൗകര്യമല്ലേ. 2 ചാക്ക് സിമെൻറ്റ് നമ്മൾ അല്ലെങ്കിൽ ഒരു 30 ഓട് നമ്മൾ മുകളിലേക്ക് ഏറ്റി കയറ്റുന്നത്, അല്ലെങ്കിൽ കയറ് കെട്ടി വലിക്കുമ്പോൾ അതിനേക്കാൾ എത്രയോ ഭേദമല്ലേ ഇത്. നമ്മളിപ്പോൾ കയറ്റുന്നതേ ഒരു 18 ഓടാട്ടോ. കാരണം നമ്മളെ ബക്കറ്റ് വളരെ ചെറുതാണ്. കാരണം കയറ് കെട്ടി വലിക്കാൻ വേണ്ടിയിട്ട് കപ്പിയിട്ട് കയറിൽ വലിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ബക്കറ്റാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ബക്കറ്റായി പോയി. എന്തായാലും ഈസി ആയിട്ട് ഇത് കയറ്റാൻ പറ്റുന്നുണ്ട്. പിന്നെ സാധാരണ നമ്മളിത് ഒരുപാട് വീടുകളിൽ ഇങ്ങനെ ഓട് കയറ്റിയിരുന്നതാണ്. നമ്മൾ മോട്ടർ കത്തിയത് കാരണമാണ് നമ്മൾ കപ്പിയും കയറൊക്കെ വെച്ച് 2 വീടുകളിൽ ഓട് കയറ്റിയത്. ഈ ഹോയിസ്റ്റ് മോട്ടറേ താഴ്ന്ന സാധനങ്ങൾ മേലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, ചില ലോഡുകളൊക്കെ വലിച്ചു കൊണ്ടുപോകാനും ഈ മോട്ടർ വളരെ സൗകര്യപ്രദമായിട്ടുള്ള സാധനം. അത്തരം 1-2 കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും വീഡിയോ കൈവശമില്ലാത്തതായിട്ടാണ് ഞങ്ങളിപ്പോൾ ചെയ്യാത്തത്. ഇനി ഈ മോട്ടർ ഉപയോഗിച്ച് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്യാം.
ഇൻഡസ്ട്രിയൽ വർക്കുമായി ബന്ധപ്പെട്ട് അതുപോലെ റൂഫിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് വീഡിയോകൾ ഞങ്ങളുടെ ചാനലിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടി മെച്ചപ്പെട്ട വീഡിയോകൾ ചെയ്യണം എന്നുണ്ട്. അതിനെല്ലാം വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ്. ഒരു ഷെയർ അല്ലെങ്കിൽ ഒരു കമൻറ്റ്, ഒരു ലൈക്ക്, അതുപോലെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനമായിട്ട് മാറും. എന്തായാലും ഈ വീഡിയോ ഇത്രയും വീക്ഷിച്ചതിന് വളരെ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ നിർത്തട്ടെ.